സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. നാളെ വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. ഈ സീസണിലെ ആദ്യ റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മറ്റന്നാൾ 3 ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. ഇടുക്കി, തൃശൂർ, എറണാകുളം, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിപ്പിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. കോട്ടയം അമ്മഞ്ചേരിയിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു. കാഞ്ഞിരം കാലയിൽ ബിനോയ് മാത്യുവിന്റെ വീടാണ് തകർന്നത്. വീട്ടിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നഗരത്തിൽ രാവിലെ ഉണ്ടായത് കനത്ത കാറ്റാണ്. രാവിലെ 10 മണിയോടെയാണ് കാറ്റു വീശിയത്. പലയിടങ്ങളിലും മരം കടപുഴകി വീണു. കിഡ്സൺ കോർണറിൽ LIC ഓഫീസിന്റെ പിറകിലേക്കും മരം വീണു. കരമനയാറ്റിലും മണിമലയാറ്റിലുമാണ് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളത്. യെല്ലോ അലർട്ടാണ്. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കേന്ദ്ര ജല കമ്മീഷനാണ് മുന്നറിയിപ്പ് നൽകിയത്. ഈ നദികളിൽ ഇറങ്ങരുതേയെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ജൂൺ 5 മുതൽ 9 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അടുത്ത 23 ദിവസങ്ങളിൽ മധ്യ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ഗോവ പൂർണ്ണമായും, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവയുടെ ചില ഭാഗങ്ങൾ, തമിഴ്നാടിന്റെ ബാക്കി ഭാഗങ്ങളും, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും, മധ്യ പടിഞ്ഞാറൻ, മധ്യകിഴക്കൻ, വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങൾ എന്നീ മേഖലകളിലേക്ക് തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാപിക്കാൻ സാധ്യതയുമുണ്ട്. കനത്ത മഴയിൽ കോഴിക്കോട് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. മാനാഞ്ചിറ വെള്ളിമാടാംകുന്ന് റോഡിൽ പലയിടത്തും റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഓട നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിൽ തടസ്സമുള്ളത് ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടിന് ഇടയാക്കി. കോഴിക്കോട് മിഠായി തെരുവിൽ മഴയ്ക്കിടെയുണ്ടായ കനത്ത കാറ്റിൽ 2 കെട്ടിടങ്ങളുടെ ഷീറ്റ് പറന്നുപോയി. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത നാശമുണ്ടായി. ചെറുപുഴ, ആലക്കോട്, ഇരിട്ടി, കീഴ്പള്ളി എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത്. ചെറുപുഴ പഞ്ചായത്തിൽ കനത്ത നാശനഷ്ടവും ഉണ്ടായി. കെട്ടിടങ്ങളും മതിലുകളും ഇടിഞ്ഞു വീണു. നിരവധി കർഷകരുടെ വിളകൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും കനത്ത മഴയാണ്. അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ദുരന്ത സാധ്യതയുള്ള മേഖലകളിലുള്ളവർ ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശമുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ പകർച്ചവ്യാധികൾ പടരുന്നതും ആശങ്കയാകുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഇന്നലെ മാത്രം 10,121 പേരാണ് വിവിധ സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സ തേടിയത്. മഞ്ഞപ്പിത്തം, എലിപ്പനി, ടൈഫോയിഡ് തുടങ്ങിയ മഴക്കാല പകർച്ചവ്യാധികളുടെ വ്യാപനം ആശങ്ക ഉയർത്തുന്നുണ്ട്. പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി കൃത്യസമയത്ത് ഡോക്ടറെ സമീപിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നു. വ്യക്തിശുചിത്വം പാലിക്കണമെന്നും കുടിവെള്ളം തിളപ്പിച്ചുപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മഴ കനത്തതോടെ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തൃപ്പൂണിത്തുറയിൽ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയതോടെ ജനജീവിതം ദുസ്സഹമായി. താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.